പ്രതീക്ഷിക്കാതുള്ള പിതാവിൻ്റെ ആ വേർപാട് എന്നെ വലിയ ദുഃഖത്തിലേക്ക് എന്നെ നയിച്ചു. പിതാവും മാതാവും മരിക്കുന്ന ഞാൻ വലിയൊരു സംഭവമായിട്ട് പറയില്ല. എൻ്റെ മുമ്പിരിക്കുന്ന പല ദൈവമക്കളുടെയും മാതാക്കന്മാർ പിതാക്കന്മാരൊക്കെ നഷ്ടപ്പെട്ടവരായിരിക്കാം. ഞാൻ അതിലെ വലിയായിട്ട് പറയല്ല. ഏത് പ്രായത്തിൽ മാതാക്കന്മാരും പിതാക്കന്മാരും മരിച്ചാൽ അതൊരു നഷ്ടം തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. പെട്ടെന്നുണ്ടായി പിതാവിൻ്റെ മരണം എന്നെ വലിയ ദുഃഖത്തിലേക്ക് കൊണ്ടുപോയി, വലിയ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയി. കാരണം ഒരു വലിയൊരു എമൗണ്ട് കടം ഇരിക്കുന്നു, ഞാനങ്ങ് എത്തിയിട്ടില്ല, സ്വന്തമായിട്ട് വീടില്ല, ആയിട്ടില്ല. എൻ്റെ സിസ്റ്ററിൻ്റെ വിവാഹം 3 മാസം മുമ്പ് വിവാഹം കഴിഞ്ഞു എന്നുള്ള ഒറ്റ സന്തോഷം മാത്രമേ വീട്ടിൽ നടന്നിട്ടുള്ളൂ. അതിനപ്പുറത്തൊരു സന്തോഷമൊന്നും വീട്ടിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പിതാവ് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇത്രയും കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് വീട്ടിൽ ഇറങ്ങി പോയപ്പോൾ ഞാൻ വലിയ ഡിപ്രഷനിലേക്ക് പോയി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവിൻ്റെ അനിയൻ, അദ്ദേഹം കർത്താവിൻ്റെ ദാസനാണ്, PMG എന്ന് പറഞ്ഞ ചർച്ചിൽ, ഇവിടെ ട്രിവാൻഡ്രത്ത് ഒത്തിരി ഉണ്ടല്ലേ, PMG എന്ന് പറഞ്ഞ ചർച്ചിൻ്റെ റാന്നിയിൽ ശുശ്രൂഷിക്കുകയായിരുന്നു, റാന്നിയിൽ ദൈവസഭയിൽ. ആ കർത്താവിൻ്റെ ദാസൻ എൻ്റെ പിതാവിൻ്റെ മരണശേഷം കർത്താവിൻ്റെ പപ്പയുടെ സ്വന്തം അനിയൻ എൻ്റെ വീട്ടിൽ വന്നു. മോനെ വിഷമിക്കരുത്, അപ്പാപ്പൻ കൂടെയുണ്ട്, അപ്പാപ്പനോട് എന്തും ഉണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയണം, അപ്പാപ്പൻ മടിക്കരുത് എന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ചു. ഞങ്ങൾ ഒരുമിച്ച് കുറച്ചേരുന്ന് കരഞ്ഞു. കർത്താവിൻ്റെ ദാസൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി, കർത്താവിൻ്റെ ദാസൻ്റെ വീട് കൊല്ലത്താണ്, കൊല്ലം പുനലൂരാണ്. കോട്ടയത്തുനിന്നും പുനലൂർക്ക് പോകുന്ന വഴി കർത്താവിൻ്റെ ദാസൻ്റെ ബൈക്കും ഒരു കാറുമായിട്ട് കൂട്ടിയിടിച്ച് അപ്പാപ്പനും ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. 1 മാസത്തിൻ്റെ ഗ്യാപ്പിൽ വീട്ടിൽ നിന്ന് എൻ്റെ പിതാക്കന്മാർ 2 പേരും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഒരു കൂട്ടം 100 ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു. ബൈബിൾ ഇങ്ങനെ വാക്യമുണ്ട്, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിച്ചിരിക്കുന്നു. കർത്താവ്, ഇത് എന്താ എൻ്റെ വീട്ടിൽ സംഭവിക്കുന്നത്? ന്യായവിധി ഞങ്ങളുടെ ഗ്രഹത്തിൽ ആരംഭിച്ചതാണോ? എന്താണ് എൻ്റെ പിതാവ് ചെയ്തത്? എന്താണ് ഞാൻ ചെയ്തത്? എന്താണ് എൻ്റെ മാതാവ് ചെയ്തത്? 100 കൂട്ടം ചോദ്യങ്ങളുമായിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ റൂമിലേക്ക് ഒതുങ്ങാൻ തുടങ്ങി. എനിക്ക് വലിയ പ്രതീക്ഷകളില്ലാതെയായി. കാരണം കണ്ട നാൾ മുതൽ എൻ്റെ പിതാവും എൻ്റെ അപ്പാപ്പനും എൻ്റെ കുടുംബക്കാരെല്ലാം കർത്താവിനെ വേല ചെയ്യുന്ന ഒരു കൂട്ടമാണ്. ബൈബിൾ ഭാഷയിൽ പറഞ്ഞ ഒരു ലേവി കുടുംബമാണ്. എൻ്റെ മമ്മിയുടെ ആങ്ങളമാർ പാസ്റ്റർമാരാണ്, IPCയിലെ പാസ്റ്റർമാരാണ്. പപ്പയുടെ വീട്ടിലെ ദൈവമക്കളൊക്കെ കർത്താവിനെ വേല ചെയ്യുന്നവരാണ്. ചെറുപ്പം മുതലേ ഇത് കർത്താവെ, നീ ജീവിക്കുന്ന ദൈവമാണ്, മരണത്തെ ജയിച്ചവനാണ്, നീ സൗഖ്യം നൽകുന്നവനാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് ബലപ്പെടുത്തിയ എൻ്റെ പിതാവും എൻ്റെ പ്രിയ പിതാവിൻ്റെ അനിയനും എന്താണ് കർത്താവെ, ഒരു 100 കൂട്ടം ചോദ്യങ്ങളുമായി ഞാൻ എൻ്റെ വീടിൻ്റെ ഉള്ളറയിലേക്ക് ഞാൻ മാറി. പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നും ഇല്ലാതെ വീട്ടിലേക്ക് മാറി. ഡിപ്രഷൻ്റെ ഏതോ സ്റ്റേജിലേക്ക് ഞാൻ പോകുന്നൊരവസ്ഥയിലേക്ക് വന്നു. എനിക്കറിയത്തില്ല അതിനെപ്പറ്റി പറയാനായിട്ട്, എന്ത് ഡിപ്രഷൻ സ്റ്റേജാണ് അത് അറിയാവുന്ന സൈക്കാട്രിസ്റ്റുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയ കാര്യം വിവരിച്ച് അവർ പറയും ഇന്ന സ്റ്റേജാണെന്നും പറഞ്ഞിരിക്കും. അങ്ങനത്തെ ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത ചിന്തയുടെ വലിയൊരു അഗാധ കൂട്ടത്തിലേക്ക് ഞാൻ പോയി. മരണത്തിന് എല്ലാവരും വന്നു, എല്ലാവരും പോയി. ഞാനും എൻ്റെ മാതാവ് ഒറ്റയ്ക്കായി. ഞാൻ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കും, മാതാവ് എൻ്റെ മുഖത്തേക്ക് നോക്കും. നമുക്കൊന്നും പറയാനില്ല. ഞാൻ മാതാവിൻ്റെ മുമ്പിൽ കരയത്തില്ല. കാരണം ഞാനും കരഞ്ഞാൽ മാതാവിന് ഒട്ടും സഹിക്കത്തില്ലാത്തതുകൊണ്ട് ഞാൻ കരയാറില്ല. അങ്ങനെ മാതാവിന് മുമ്പിൽ കരയാതെ ശീലിച്ച് എനിക്ക് കരച്ചിലെന്ന വികാരം കുറച്ചാളത്തേക്ക് മാറി, എൻ്റെ ലൈഫിൽ നിന്നും മാറി. കരച്ചിലെന്ന വികാരം ഞാൻ മാറിയപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, ദൈവം ചെയ്യിപ്പിച്ചായിരിക്കും വികാസം, എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുവാണല്ലോ, റൂമിൽ തന്നെ. പക്ഷേ എന്നെ ഒരു കാര്യം മാത്രം ദൈവം ചെയ്യാൻ പ്രേരിപ്പിച്ചു. വീട്ടിലൊരു കീബോർഡുണ്ട്. ആ കീബോർഡ് ഞാൻ എടുക്കും. എൻ്റെ ഒരുപാട് പാട്ട് മനസ്സിൽ കിടപ്പുണ്ട്. അതിങ്ങനെ ഞാനിങ്ങനെ പാടും. ഇതിങ്ങനെ പാടി അവിടെ മണിക്കൂറുകളിരിക്കും. ഇതെൻ്റെ ഒരു ശീലമായിട്ട് മാറി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഞാനിത് എൻ്റെ ഫോണിൽ ചുമ്മാ ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പാടുന്ന പാട്ട് ഒരു മിനിറ്റ്, പഴയ പാട്ടുകളൊക്കെ 1 മിനിറ്റൊക്കെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഞാനൊരു സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഈ പാടുന്ന വീഡിയോസ് ചുമ്മാ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി.
പ്രത്യേകിച്ച് അതിനൊരു ഇൻഡക്ഷൻ ഒന്നും ഇല്ല. ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. പിതാവ് മരിച്ചിട്ട് 2.5 മാസത്തിനുള്ളിൽ നടന്ന സംഭവങ്ങളാണത്. ഞാൻ അപ്പോഴും ഡിപ്രഷനിൽ കടന്നു പോകും. പക്ഷെ എന്നെ ദൈവം ഇത് മാത്രം ചെയ്യിപ്പിക്കുക. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ അന്നത്തെ വീഡിയോ ഇപ്പോഴും അത് കിടപ്പുണ്ട്. എൻ്റെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ തോന്നത്തില്ല 1 മാസം മുമ്പ് പപ്പേനെ അടക്കിയിട്ടാ ഞാൻ ഇനി പാടുന്നത്. ഒരു 100 കണക്കിന് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചതാണെന്ന് ഞാൻ ഇപ്പം ചിന്തിക്കുക. എന്താണെന്ന് അറിയത്തില്ല. ഇത് കാണുന്ന എല്ലാവർക്കും ഭയങ്കര ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്നു. എന്നോട് മെസ്സേജ് അയക്കാൻ തുടങ്ങി. പക്ഷെ എനിക്കൊന്നും അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ഞാനൊരു ദൂത് പറയാം. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടത മറ്റുള്ള ചിലരുടെ വിടുതലിന് വേണ്ടിയാണ്. അത് നമുക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മളിവിടെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും ദൈവം. ദൈവം നമ്മളോട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. അതായിരുന്നു അന്ന് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇത് ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. കർത്താവ് എന്തൊക്കെ ചെയ്തിട്ടും ഇനി എന്താ മുമ്പോട്ട് എനിക്കറിയില്ല. എന്താപ്പാ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് പോവാണ്. എന്നെ അറിയത്തില്ലാത്ത, ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കർത്താവിൻ്റെ ദാസൻ, മുമ്പ് പേര് പറഞ്ഞ കർത്താവിൻ്റെ ദാസൻ ലിബിൻ ബിനോയ്. അദ്ദേഹം തൃശ്ശൂർ താമസിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ്. ഈ കർത്താവിൻ്റെ ദാസൻ എനിക്ക് ഒരു മെസ്സേജ് അയച്ചു. മോനെ, ആളെ പരിചയപ്പെടുത്തൊന്നുമല്ല ചെയ്യുന്നത്, ഡയറക്റ്റ് മെസ്സേജ് അയക്കുക. മോനെ, എന്തെങ്കിലും ദൈവം ഒരു പാട്ട് തന്നിട്ടുണ്ട്, മോനത് ട്യൂൺ ചെയ്യണം. ചില വരികൾ തന്നിട്ടുണ്ട്, അത് മോൻ ട്യൂൺ ഇടണം. അതൊരു ജനറേഷനെ എഴുന്നേൽപ്പിക്കാനുള്ള പാട്ടാണ്. വെറുതെ ട്യൂൺ ഇടരുത്, പ്രാർത്ഥിച്ചിട്ട് നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ എന്നോട് എടുത്തു പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ മെസ്സേജ് കണ്ടിട്ട് വളരെ ഒരു ഇതായി. എന്താ അങ്ങനെ സംസാരിക്കുന്നത്? കാരണം ആദ്യമായിട്ട് ഒരാൾ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുകയാണല്ലോ ചെയ്യുന്നത്. ഞാൻ ഇന്ന ആളാണ്, അങ്ങനെയൊക്കെ. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ല, ഡയറക്റ്റ് അങ്ങ് പറയുക. മോൻ അദ്ദേഹം ഞാൻ പാട്ട് പാടുന്ന ആളാണെന്ന് മനസ്സിലായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുന്നതുകൊണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ, ദൈവം എനിക്ക് തന്നെ വരികളാണ്, മോൻ ഇത് ചെയ്യണം. എന്നോട് ദൈവം എന്നെ കാണിച്ചു, അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. മോനിത് ട്യൂൺ ചെയ്യണം, മോനിത് പാടണമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം അല്പം ഒന്ന് ബ്ലണ്ടറായി. ഞാൻ കർത്താവദാസനോട് പറഞ്ഞു, കർത്താവദാസനെ, എൻ്റെ പിതാവ് മരിച്ച കാര്യം ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഞാൻ അല്പം മാനസിക അവസ്ഥകളെ കടന്നുകൊണ്ട് പോയിരിക്കുക. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം, ദൈവികമാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് എൻ്റെ ഫോൺ എടുത്ത് ഞാൻ ലോക്ക് ചെയ്തു. ആ മെസ്സേജ് ഞാൻ ലോക്ക് ചെയ്തു. എന്നിട്ട് വീണ്ടും എനിക്ക് അദ്ദേഹം മെസ്സേജ് അയക്കുകയാണ്, ഞാൻ ആ വരികളൊന്ന് അയക്കട്ടെന്ന് ചോദിച്ചു. ഞാൻ ആ വരികളൊന്ന് അയച്ചോട്ടെ. കാരണം ഇതിനെനിക്കൊരു താല്പര്യമില്ല. കാരണം എൻ്റെ മനസ്സിൽ 100 കൂട്ടം പ്രശ്നങ്ങൾ കിടക്കുന്നതുകൊണ്ട് ഈ പാട്ട് ചെയ്യാനോ പാട്ട് കേൾക്കാനോ താല്പര്യമില്ല. പക്ഷേ കർത്താവിൻ്റെ ദാസൻ നിർബന്ധത്താൽ എന്നോട് ഞാൻ ആ വരി അയക്കാൻ പോവാണ് പറഞ്ഞ ആ വരി അയച്ചു. ദൈവമക്കളെ, ഞാൻ ആ വരികൾ എടുത്ത് ഞാൻ നോക്കുകയാണ്. ഞാൻ ആദ്യത്തെ വരി ഇങ്ങനെയാ വായിക്കുന്നത്. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പ ഉണ്ട്, നല്ലൊരു ദൈവമുണ്ട്, നല്ലൊരപ്പ ഉണ്ട്, നല്ലൊരു ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പ ഉണ്ട്, നല്ലൊരു ദൈവമുണ്ട്, നല്ലൊരപ്പ ഉണ്ട്, നല്ലൊരു ദൈവമുണ്ട്. കൊതിയാണപ്പ, കൊതിയാണപ്പ നിൻ സാന്നിധ്യത്തിൽ മറയാൻ. കൊതിയാണപ്പ, കൊതിയാണപ്പ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. കൊതിയാണപ്പ, കൊതിയാണപ്പ നിൻ സാന്നിധ്യത്തിൽ മറയാൻ. കൊതിയാണപ്പ, കൊതിയാണപ്പ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. സത്യത്തിൽ ഞാൻ ആ വരികൾ എന്നോട് ഇത് കണ്ട് ഞാൻ കരഞ്ഞു. എന്നെ അറിയത്തില്ലാത്ത, എന്നെ
അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് അയക്കാനായിട്ട് കൊടുത്തൊരു പാട്ടാണ് എന്നെ സ്നേഹിച്ചിടുന്ന. ഞാൻ ഇവിടുത്തെ കർത്താവിനെ തിരിച്ചു വിളിച്ചു. ദാസനെ, കർത്താവിനെ ആരാ പറഞ്ഞേ, ഇങ്ങനെ ഒരു ദൂത് ആരാ പറഞ്ഞേ ഞാൻ ചോദിച്ചു. എന്നോട് പറഞ്ഞു, മോനെ മോനെ ദൈവനെ കാണിച്ചു, അതുകൊണ്ടാണ് ഞാൻ മോനെ അയക്കുന്നേ. എനിക്ക് ഈ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന എല്ലാവരെയും അറിയാം, പാട്ടുകാരെ അറിയാം, പക്ഷെ എന്നോട് ദൈവം പറഞ്ഞു മോനിത് അയച്ചു തരണമെന്ന്. ഞാൻ പറഞ്ഞു, കർത്താവിനെ, എൻ്റെ പിതാവിൻ്റെ ശരീരം അഴുകി തുടങ്ങിയിട്ട്, എൻ്റെ പിതാവിൻ്റെ അനിയൻ്റെ ശരീരം അഴുകി തുടങ്ങിയിട്ട് 4 ആഴ്ചയാകുന്നു. കർത്താവിദാസൻ കൺഫേം ചെയ്തു, ഇത് ദൈവം ഒരു വലിയ ഒരു ജനറേഷൻ ഉയർപ്പിക്കാനുള്ള പാട്ട് തന്നെയാണ്. കർത്താവിദാസൻ കൺഫേം ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ഉറപ്പിച്ചു ഇറങ്ങേണ്ടുന്ന പാട്ടാണ്. ഇത് 7 മാസം കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. ഇതിനിടയ്ക്ക് ഒത്തിരി പോരാട്ടങ്ങൾ ഉണ്ടായി ഇറങ്ങാതിരിക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ കർത്താവ് കൺഫർമേഷൻ തന്നു, ഈ പാട്ട് ഇങ്ങനെ പുറത്തു വന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആ പാട്ട് കേട്ടവരാണ് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അത് ഒത്തിരി കേട്ടവരെല്ലാം പറഞ്ഞ വലിയ അനുഗ്രഹമാണ്. അത് കേൾക്കും വളരെ സന്തോഷമാണ്. കാരണം ബൈബിളൊരു ഒരു വാക്യമുണ്ട്, എൻ്റെ കഷ്ടതയിൽ എന്നെ ജീവിപ്പിക്കുന്ന ദൈവം എന്ന് പറയുന്ന അങ്ങനെ അർത്ഥം വരുന്നൊരു വാക്യമുണ്ട് സങ്കീർത്തന പുസ്തകം. എൻ്റെ കഷ്ടതയിൽ, കർത്താവിന്റെ ദാസന്റെ കഷ്ടതയിൽ ദൈവം തന്നെ വരികളാണ്. അത് അനേക ലക്ഷക്കണക്കിന് ആൾക്കാർക്ക്, ആയിരക്കണക്കിന് ആൾക്ക് വിടുതലായി മാറി. കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്.